കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ. പ്രിയ ദൈവമക്കളെ, ഭയപ്പെടാത്ത ആരാ ഉള്ളത്? മനുഷ്യർക്കൊക്കെ ഭയമുണ്ട്, എല്ലാവർക്കും ഭയമുണ്ട്. ഭയമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ദൈവം നിറഞ്ഞ വ്യക്തിയായിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് ഭയമില്ല. അല്ലാത്ത മനുഷ്യരൊക്കെ ഭയപ്പെടും. നമുക്ക് എന്തിനെയൊക്കെ പറ്റി നമ്മൾ ഭയപ്പെടുന്നത്? കുടുംബത്തെ പറ്റി ഭയപ്പെടുന്നു. കുടുംബത്തിന് ആർക്കെങ്കിലും ദുരന്തം വരുമോ? ആർക്കെങ്കിലും രോഗപീഠ വരുമോ? ഈ രോഗപീഠ മാരകമായി മാറുമോ? അല്ലെ കൊച്ചിൻ്റെ കല്യാണം നടക്കാതെ പോവോ? അല്ലെ കുഞ്ഞ് ജീവിതത്തിൽ വിജയിക്കാതെ വരുമോ? എന്തുമാത്രം ആകുലതകളാ, എന്തുമാത്രം ആകാംക്ഷകളാ. ദൈവമക്കളെ, ഇന്ന് മക്കബായരുടെ പുസ്തകം ഒന്ന് മക്കബായർ 5-ാം അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുക. തിമോത്തിയോസ് എന്ന വിജാതീയന് യഹൂദർക്കെതിരായിട്ട് യുദ്ധത്തിന് വരിക. വലിയൊരു സൈന്യം, കൂലിപ്പടകളൊക്കെ എടുത്തിട്ടുണ്ട്, വലിയൊരു സൈന്യമാണ്. ഇത് ആരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂദാസ് മക്കബേയൂസ് നോക്കാൻ വേണ്ടി ചാരന്മാരെ പറഞ്ഞു വിടുക. അവരെങ്ങനെയാ ഒരുങ്ങിയിരിക്കുക. ചെന്നിട്ട് അവർ തിരിച്ചു വന്ന് പറഞ്ഞു, നമുക്ക് തടുക്കാൻ പറ്റില്ല, ഇത് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നൊരു സൈന്യമല്ല, അത്രയ്ക്ക് ശക്തനായ സൈന്യമാണ്. ദൈവ പൈതലേ, നീ എന്താ പരിശുദ്ധാത്മാവിൻ്റെ വചനം എപ്പോഴും മറക്കുന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആരുമായിക്കൊള്ളു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇന്ന് നീ ചെയ്യാൻ പോകുന്ന കാര്യം എന്തുമായിക്കൊള്ളട്ടെ പൈതലേ, തമ്പുരാനില്ല നിന്റെ കൂടെ. ദൈവത്തെക്കാളും മറ്റാരാ ഉള്ളത്? നിന്റെ ശത്രുവിനേക്കാൾ എത്രയോ വലുതാ നിന്റെ ദൈവം. നിന്റെ ഈ രോഗത്തെക്കാൾ എത്രയോ വലുതാ നിന്റെ ദൈവം. നിന്റെ ഈ പ്രതിസന്ധിയേക്കാൾ, ഈ തടസ്സത്തെക്കാൾ എത്രയോ വലുതാ നിന്റെ ദൈവം. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഗോഡ്. ഡു നോട്ട് ലിമിറ്റ് യുവർ ഗോഡ്. നീ ദൈവത്തെ ലിമിറ്റ് ചെയ്താൽ ദൈവം അത്രേ പ്രവർത്തിക്കത്തുള്ളൂ. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഓർ ലിമിറ്റ് യുവർ ഗോഡ്. നീ നിന്റെ ദൈവത്തെ ഒരു അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, നിത്യതയുള്ള, സർവശക്തനായ ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റാത്തൊരു കാര്യമില്ല. ഈ ദിവസങ്ങളിൽ ഞെട്ടിപ്പിച്ച, ഞാൻ വചനത്തിൽ എവിടെയോ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ വല്ലാതെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ എന്നെ കരയിച്ച ഒരു സംഭവം അത്. ആ പെൺകുട്ടി ഹൃദയത്തിന് ക്യാൻസർ, ആദ്യമായിട്ട് ഹൃദയത്തിന് ക്യാൻസർ വന്ന് ഡോക്ടർ മരുന്ന് പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവർ വിശ്വസിക്കുന്നു ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും, ദൈവം സുഖപ്പെടുത്തും എന്ന് അവർ വിശ്വസിച്ചു. അവർ വന്നു. 4-5 ദിവസമായിട്ട് ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. കല്യാണം നിശ്ചയിക്കാൻ പോകുന്നൊരു പെൺകുട്ടി വല്ലാതെ വാടിത്തളർന്നൊരു ചെടി പോലെ അവൾ വന്ന് നിൽക്കുക, വല്ലാതെ ക്ഷീണിച്ചു വന്നിരിക്കുക. ചൊവ്വാഴ്ച ശുശ്രൂഷയ്ക്ക് അത് കഴിഞ്ഞ് മണിക്കൂറുകൾ നമ്മളിവിടെ കഴിഞ്ഞുകൂടി. ആ വെള്ളിയാഴ്ച ഡോക്ടറെ കാണാൻ വേണ്ടി പോവുക. അതിന് ശേഷം പിറ്റേ ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം നിൽക്കുമ്പോൾ ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയാ, അച്ഛാ ഇത് അത്ഭുതമായിരിക്കുന്നു. ആ ഡയഗ്നോസിസ് ശരിയല്ല, അങ്ങനത്തെ ഒരു രോഗമില്ല. ആ ഡയഗ്നോസിസ് ശരി തന്നെ ആയിരുന്നു, ആ രോഗം തന്നെ ആയിരുന്നു. പക്ഷെ അവള് വിശ്വസിച്ച സുഖപ്പെടുത്തുന്ന കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവളെ സുഖപ്പെടുത്തി. ദൈവമക്കളെ, ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഗോഡ്. നീ വിചാരിക്കുന്നു നീയാ യുദ്ധം ചെയ്യുന്നത്, ദൈവമാ കുഞ്ഞെ യുദ്ധം ചെയ്യുന്നത്. നീ വിചാരിക്കുന്നു നീയാ പ്രവർത്തിക്കുന്നത്, ദൈവമാ പ്രവർത്തിക്കുന്നത്. ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷയൊന്നുമല്ല. പിന്നെ അങ്ങോട്ട് മാറ്റി തരണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇത് പറയാൻ. പരിശുദ്ധാത്മാവ്, നീ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്ക്. രണ്ടാമതെന്ന് പറയാൻ പറ്റും, എനിക്ക് പറ്റില്ല. ഇവരെപ്പോഴും പറയും, ചിലപ്പോൾ ഒന്നും കൂടെ എടുക്കുക. ഞാൻ എന്റെ കുഞ്ഞെ കിട്ടത്തില്ല ഇനി. അത് കർത്താവ് ചെയ്ത കാര്യം. കർത്താവ് വേണമെങ്കിൽ വേറെ വല്ലതും പറയിപ്പിക്കുമായിരിക്കും. ദൈവമക്കളെ, ബിലീവ് ഇൻ യുവർ ഗോഡ്, ബിലീവ് ഇൻ ദ മൈറ്റി ഗോഡ്. ഇതാ ജനം വന്നിട്ട് പറയുകയാണ്, ചാരന്മാർ വന്നിട്ട് പറയുകയാണ്, എൻ്റെ യൂദാസെ, നമുക്ക് ഈ പണിക്ക് പോകണ്ട, അവന്മാർ നമ്മളെ കൊല്ലും. കാരണം അത്രയ്ക്ക് വലിയൊരു സൈന്യവുമായിട്ടാണ് വരുന്നത്. ഇതാ അവർ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക. ഇതാ യൂദാസ് സൈന്യവും മുന്നോട്ട് പോയി നദിയുടെ ഒരു വശത്ത് വന്ന് നിൽക്കുക. അങ്ങേ വശത്ത് ശത്രുക്കൾ, ഇങ്ങേ വശത്ത് യഹൂദ ജനം നിൽക്കുകയാണ്. യൂദാസ് പറയുകയാണ്, അവൻ ആദ്യം നദി കടന്ന് വരും. തിമോത്തിയോസ് പറയുക, ശത്രു പറയുക, അവൻ ആദ്യം നദി കടന്ന് വരുന്നെങ്കിൽ നമുക്ക് അവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്ന് തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. ദൈവമക്കളെ, ഒരു വലിയ ആത്മീയ രഹസ്യം ഇവിടെ നിൽക്കുക. നീ ഭയപ്പെട്ട് ഈ രോഗത്തിന് മുമ്പിൽ, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നാൽ നീ തോറ്റുപോകും.
അത് നിന്നെ തിമോത്തിയോസ് എന്ന വിജാതീയനിലൂടെ, എന്ന ശത്രുവിലൂടെ ദൈവം യഹൂദജനത്തോട് സംസാരിക്കുക. വാസ്തവം പറഞ്ഞാൽ എന്തുവായിക്കൊള്ളു, നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ പകച്ചു നിന്നാൽ, ഭയന്ന് നിന്നാൽ, ഇതാ പറയുകയാണ്, തിമോത്തിയോസിന്റെ ബോധ്യമാണ്, ഈ നദിയിലേക്ക് അവരാദ്യം ഇറങ്ങി അവർ ജയിച്ചിരിക്കും. നമ്മൾ സങ്കീർത്തനം 23 പ്രാർത്ഥി, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നത്, ഐ എം ഗോയിങ് ത്രൂ, പാസിംഗ് ത്രൂ ദ വാലി ഓഫ് ഡെത്ത്. നീ കടന്നു പോ, ബിലീവ് ഇൻ ദ മൈറ്റി ഗോഡ്. കാവൽമാലാഖമാരുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിൽ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ദൈവമക്കളെ, ഇതൊക്കെ പള്ളിയിലിരിക്കുമ്പോൾ ഓർക്കാനുള്ള കാര്യമല്ല, ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കാനുള്ള കാര്യം. എൻ്റെ ദൂതനെ ദൈവം വിട്ടിരിക്കുക. നോക്കിക്കേ, ഇതാ തിമോത്തിയോസ് അത് പറയുന്നു, അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. ഇതാ നദീതീരത്തിൽ നിന്ന് യൂദാസ് പറയുകയാണ്, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. ഡു നോട്ട് ഡ്വൽ ഓർ pitch your tent in sorrow. ദുഃഖത്തിൽ കൂടാനോ അടിച്ചു വെച്ചാക്കല്ലേ മക്കളെ. തോൽവിയെ പറ്റിയുള്ള ചിന്തയിൽ ചില മനുഷ്യർ അങ്ങനെയാണ്. ഒരു രോഗം വന്ന് ഡോക്ടർ ഒരു സംശയം പറഞ്ഞു, പിന്നെ അതിൻ്റെ പോസിബിലിറ്റി നെഗറ്റീവ് പോസിബിലിറ്റി. ക്യാൻസർ ആണോ, ക്യാൻസർ ആണ് ഇന്നതൊക്കെ ആയിരിക്കും. ഡു നോട്ട് pitch your tent in sorrow, in negativity. അതിൽ നിൽക്കരുത്. യൂദാസ് പറയാ, ആരും പാളയമടിക്കില്ല, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്, എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു, സൈന്യം അവനെ അനുഗമിച്ചു. ദൈവ പൈതൽ, നീ മുമ്പിൽ ഇറങ്ങണം. ഒരു കുടുംബനാഥൻ, ഒരു പുരോഹിതൻ, ഒരു സന്യാസിനി, ഈ വചനം കേൾക്കുന്ന നീ, എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ, നീ മുമ്പിൽ ഇറങ്ങ്. ആൻഡ് ദ വിക്ടറി വിൽ ബി യുവേഴ്സ്. നീ തോറ്റുപോവില്ല. ഇത് കർത്താവിന്റെ വചനമാണ്. നദി കടക്കണം മക്കളെ. നദിക്ക് ഇക്കരെ നിന്ന യുദ്ധം വിജയിക്കത്തില്ല. നദിക്ക് ഇക്കരെ നിന്ന് ശത്രുവത് നിന്നെ തോപ്പിച്ചിട്ട് പോകും. തിരുവചനം പറയുകയാ, ഇതാ സൈന്യം അവനെ അനുഗമിച്ചു. തിരുവചനം ഇങ്ങനെയാണ്, വിജാതിയർ പരാജിതരായി ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവരോടി. ഒരു വാക്യം കൂടി ബൈബിളിൽ എഴുതി വച്ചിരിക്കുകയാണ്, യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആര് നദിയിലിറങ്ങുന്നുവോ അവൻ്റെ ആ ജയം, ആര് പ്രതിസന്ധിയിൽ മുന്നോട്ട് നീങ്ങുന്നുവോ അവൻ്റെ ആ വിജയം. ടെൻ്റടിച്ച് പിന്നോട്ട് മാറി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നവനെ ശത്രു കീഴ്പ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ കുഞ്ഞ് നിന്നോട് പറയാം, the victory is yours. This war is for you. നിനക്ക് ജയിക്കാൻ വേണ്ടിയ ഈ യുദ്ധം, നിനക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടിയ ഈ രോഗം, നിനക്ക് പരാജയപ്പെടുത്താൻ വേണ്ടിയ ഈ ശത്രു, നിനക്ക് കടന്നു പോകാൻ വേണ്ടി ഈ എതിരാളി വന്നിരിക്കുന്നത് നിന്നെ തോപ്പിക്കില്ല. കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ഈ നിമിഷങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച മക്കളെ, നീ ഒരു പ്രതിസന്ധി നിൽക്കുന്ന കുഞ്ഞാണെങ്കിൽ, ഒരു തടസ്സത്തിൽ, ഒരു സങ്കടത്തിൽ, ഒരു തകർച്ചയിൽ നിൽക്കുന്നെങ്കിൽ, you can go through that river of destruction, of failure. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ ഭയപ്പെട്ട്, ദൈവമേ ആകുലപ്പെട്ട്, നിരാശപ്പെട്ട് നിൽക്കുന്ന മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മക്കളിലേക്ക് വരട്ടെ. ഈ നദി കടക്കുവാൻ, ഈ ക്യാൻസർ രോഗം കടക്കുവാൻ, ഈ കടക്കണി കടക്കുവാൻ, ഈ കുടുംബ പ്രതിസന്ധി കടക്കുവാൻ, ഈ ആത്മീയ പരാജയം കടക്കുവാൻ, ഈ ജീവിതത്തിൽ ദുഃഖത്തെ മറികടക്കുവാൻ, ഓ കർത്താവേ, ഈ മക്കൾക്ക് ബലം നൽകണമേ. നിന്റെ ദൂതന്മാരെ ഇവർക്ക് മുമ്പേ അയക്കണമേ. മുമ്പോട്ട് നീങ്ങുവാൻ, നദി കടക്കുവാനുള്ള വരം നൽകണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കുടുംബത്തിലെ കണ്ണീരിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, സ്നേഹക്കുറവുകളിലേക്ക്, കലഹങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. രോഗികളിലേക്ക് അങ്ങ് വരണമേ. ഈ രോഗപീഠ അനുഭവിക്കുന്ന ഈ വ്യക്തിയെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ അത് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തണമേ. ഈ യുവതി യുവാക്കന്മാർക്ക് അഭിഷേകം നൽകണമേ. ജീവിതത്തിൽ വിജയിക്കാൻ, മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ. ഈ കുഞ്ഞുമക്കൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരും പ്രീതിയിൽ വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ മക്കൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങയുടെ തന്നെ കരം ഈ മക്കളോട് കൂടി ഉണ്ടാവണമേ. നീ ഒരു കാര്യം ചെയ്യിക്കുന്നത്, അത് ഒരു കാര്യം നീയാണല്ലോ ചെയ്യുന്നത്, നീയാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നീയാണല്ലോ ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. ഓ ദൈവമേ, ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ മക്കളുടെ മേലുണ്ടാവട്ടെ. ഒരു പുതിയ ധൈര്യം, ഒരു പുതിയ അനുഗ്രഹം, ഒരു പുതിയ അഭിഷേകം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.